ഹായ് ഫ്രണ്ട്സ്, മെൻസ്മാർട്ടിലേക്ക് അവർക്കും സ്വാഗതം. എൻ്റെ പേര് അൻസാർ, കോ ഫൗണ്ടർ ഓഫ് മെൻസ്മാർട്ട്. ഇന്ന് നമുക്ക് FB റീടാർഗറ്റിംഗ് ആഡ്സ് എന്താണെന്ന് മനസ്സിലാക്കാം. വളരെ സിമ്പിളാണ്, അതിൻ്റെ പേരിൽ തന്നെ കിടക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു മീനിങ്. FB റീടാർഗറ്റിംഗ് എന്ന് പറഞ്ഞു, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയുകയെന്നുണ്ടെങ്കിൽ, ഒരു പരസ്യം നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ആ പരസ്യം കണ്ട വ്യക്തിയെ വീണ്ടും വീണ്ടും ടാർഗറ്റ് ചെയ്യുക, വീണ്ടും വീണ്ടും ആ പരസ്യം കാണിക്കുന്നതാണ് യഥാർത്ഥത്തിൽ റീടാർഗറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഒരു യൂട്യൂബിലോ മറ്റോ നിങ്ങളൊരു ഷൂ സെർച്ച് ചെയ്തു, ഓക്കെ. അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം പിന്നെ നിങ്ങൾ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോം പോയി ഗെയിമോ മറ്റെന്തെങ്കിലുമൊക്കെ ഓപ്പൺ ആക്കുമ്പോൾ അവിടെ എന്ത് വരും? നിങ്ങൾ അപ്പം ഇതിന് മുൻപ് സെർച്ച് ചെയ്ത ആ പരസ്യം നിങ്ങളെ മുന്നിലേക്ക് വരും. അതാണ് യഥാർത്ഥത്തിൽ റീടാർഗറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്കത് എങ്ങനെയൊന്ന് നോക്കാം, ഓക്കെ. അപ്പോൾ ഇതാണ് റീടാർഗറ്റിംഗ് ആഡ്. അത് ഞാനൊരു ഒരു പിക്ചർ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു ആഡ്, ഒരു വ്യക്തി നമ്മുടെ ഒരു പരസ്യം കാണുന്നു. ആ പരസ്യം കണ്ട വ്യക്തി എന്ത് ചെയ്യുന്നു? ഒരു വെബ്സൈറ്റ്, നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ആമസോൺ പോലുള്ള വെബ്സൈറ്റുകളൊക്കെ വിസിറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ടാവും, ഷൂ, അതേപോലെ മറ്റുള്ള ഒരുപാട് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. ആ പ്രൊഡക്റ്റൊക്കെ എന്ത് ചെയ്യുന്നു? അവരവിടെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് അതിനെ പറ്റിയൊക്കെ ഒന്ന് നോക്കി അവിടെ നിന്ന് ലീവ് ചെയ്യുന്നു, ആ വെബ്സൈറ്റ് വിട്ടു പോവുകയാണ്. പിന്നീട് നമ്മൾ വേറെ എവിടെയെങ്കിലും ഒരു ഗെയിമിങ്ങോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ നിൽക്കുമ്പോഴേ നമ്മൾ ഇവിടെ സെർച്ച് ചെയ്ത അതേ പ്രൊഡക്റ്റ് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരിക ചെയ്യുന്നത്, ഒരു പരസ്യമായിട്ട് കടന്നു വരുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ റീടാർഗറ്റ്. അഥവാ നമ്മൾ ഒരു തവണ സെർച്ച് ചെയ്ത വസ്തു അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമിൽ നമ്മൾ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഗെയിം കളിക്കുമ്പോഴൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മളെ മുന്നിലോട്ട് നമ്മൾ സെർച്ച് ചെയ്ത ആ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു. ഇതാണ് റീടാർഗറ്റിംഗ്. അങ്ങനെ അത് റിപ്പീറ്റ് ചെയ്ത് വരും. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ എന്താണ്? നമ്മളത് വാങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതാണ് ബിക്കം എ ബയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ ഒരുപാട് തവണ നമ്മൾ ആ പരസ്യം കാണുമ്പോഴേ, കാരണം നമുക്കൊരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണല്ലോ നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ടാവുക. അപ്പം അത് നമ്മുടെ മുന്നിലേക്ക് ഒരുപാട് തവണ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്കത് വാങ്ങാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും. അങ്ങനെ നമ്മൾ കൂടുതൽ എന്ത് ചെയ്യും? അത് പർച്ചേസ് ചെയ്തിരിക്കും, ഓക്കെ. ഇതാണ് റീടാർഗറ്റിംഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ റീടാർഗറ്റിങ്ങിൻ്റെ കുറച്ച് കണക്കുകളുണ്ട്. ഇത് വാങ്ങാനുള്ള സാധ്യത പോലുള്ള കാര്യങ്ങളിലൊക്കെ കണക്കുകളുണ്ട്. ആ കണക്കുകൾ നമുക്കൊന്ന് നോക്കാം, ഓക്കെ. അപ്പോൾ ഇതാണ് ആ കണക്ക്. ഈ കണക്കുകൾ എന്ന് പറയുന്നത് എന്താണ്? സ്പ്രൗട്ട് സോഷ്യൽ, അതേപോലെ തന്നെ HubSpot.com ഇവരൊക്കെ പുറത്തുവിട്ട പ്രധാന കണക്കുകളാണത്. ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഒരു പരസ്യം, ആദ്യമായിട്ടൊരു പരസ്യം കാണുമ്പോഴേ ഏതൊരു ബിസിനസ്സുകാരൻ്റെയും അഥവാ ആ പരസ്യം റൺ ചെയ്ത വ്യക്തിക്കും ആഗ്രഹം ഉണ്ടാവും ഇതൊന്ന് വാങ്ങിയിട്ട് ഈ പ്രൊഡക്റ്റ് വാങ്ങി പെട്ടെന്ന് സെയിലാവണം, ആ കണ്ട ഉടനെ കസ്റ്റമേഴ്സ് എല്ലാം പ്രൊഡക്റ്റ് വാങ്ങണം എന്നായിരിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കുമോ? ഇപ്പം ഞാനായാലും നിങ്ങളായാലും ഒരു പരസ്യം കണ്ട ഉടനെ ആ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ വലിയ അത്യാവശ്യമായ പ്രൊഡക്റ്റ് അടക്കം എന്ത് ചെയ്യും? നമ്മൾ വാങ്ങിക്കും. അല്ലാതൊന്നും നമ്മൾ ആരും എന്ത് ചെയ്യൂല, ഞാൻ പോലും അങ്ങനെ ഒരു പ്രൊഡക്റ്റ് വാങ്ങൂല, ഓക്കെ. പരസ്യം കണ്ട ഉടനെ വാങ്ങൂല. അത് തന്നെയാണ് ഇവിടെ ഈ 96% സൂചിപ്പിക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ, ഒരു 96% ആൾക്കാരും എന്ത് ചെയ്യില്ല, ഒരു പരസ്യം കണ്ട ഉടനെ ആ ഒരു പ്രൊഡക്റ്റ് ഒരിക്കലും വാങ്ങൂല, ഓക്കെ. ഈ 70%, 70% ആൾക്കാരും റീടാർഗറ്റിംഗ് ചെയ്യുമ്പോൾ 70% ആൾക്കാരും അത് വാങ്ങാൻ സാധ്യതയുണ്ട്, അഥവാ സെയിൽസ് കൂടാൻ സാധ്യതയുണ്ട്, ഓക്കെ. പിന്നെ അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഈ ഇത്രയും ആൾക്കാരെ മുന്നിലേക്ക് വീണ്ടും വീണ്ടും പരസ്യം ചെല്ലുമ്പോൾ അതൊരു ഇറിറ്റേഷൻ ആവും എന്നുള്ളത്, അല്ലേ? ഇപ്പം എനിക്കും നിങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു സംശയം വരാം. പക്ഷെ യഥാർത്ഥത്തിൽ അത് സംഭവിക്കില്ല. കാരണം ഈ കണക്കുകൾ പറയുന്നത് 40.5% ആൾക്കാർക്കും ഇൻട്രസ്റ്റഡ് ആയ പരസ്യങ്ങൾ, അവരുടെ ഇൻട്രസ്റ്റഡ് ആയ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയുള്ള പരസ്യങ്ങൾ ചെല്ലുന്നത് ഒരിക്കലും അവർക്ക് എന്ത് ചെയ്യില്ല, ഇറിറ്റേഷൻ അല്ല, അവരത് കണ്ടിരിക്കും എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പിന്നെ അതിൽ വേറെ പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്, 70% ആൾക്കാരും കാർട്ട് അബാൻഡൻ്റ് ആണ്. അതങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ 70% ആൾക്കാർ നമ്മളിങ്ങനെ വാങ്ങാൻ നിൽക്കുന്ന ആ സമയത്ത് എന്ത് ചെയ്യും? അവിടുന്ന് നമ്മൾ ലീവ് ചെയ്ത് പോകും.
നമ്മളത് വാങ്ങിക്കൂല. ചിലപ്പോൾ ഞാനും നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും. നമ്മളൊരു പ്രൊഡക്റ്റ് ഇങ്ങനെ സെർച്ച് ചെയ്ത് പേജുകൾ കയറി പോയി, പക്ഷെ നമുക്കത് ഒരൊറ്റ ക്ലിക്കിൽ നമ്മൾ ഇനി ബൈ ചെയ്യേണ്ട കാര്യം ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യില്ല, അത് ബൈ ചെയ്യാതെ അതിൽ നിന്ന് പുറത്തേക്ക് പോരും. പക്ഷെ അങ്ങനെ ഉള്ള ആൾക്കാർ 70% ഉണ്ട്. ആ 70% ആൾക്കാർക്ക് നമ്മൾ ഈ റീടാർഗറ്റിംഗ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അവർക്ക് അത്രയ്ക്ക് ഇൻറ്റൻറ്റ് ഉണ്ടത് വാങ്ങാൻ. അപ്പോൾ അത് അങ്ങനെ ചെയ്യുമ്പോഴേ അവരത് വാങ്ങും. അവരിതിൽ ആ 70% ആൾക്കാർ എന്ത് ചെയ്യും, പക്ഷേ ആ പ്രൊഡക്റ്റ് വാങ്ങിയിരിക്കും, നിങ്ങളുടെ ബയറായിരിക്കും, ഒരു സംശയമില്ല. അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ എന്താണ്, ഹബ്സ്പോട്ട്, സ്പോട്ട് സോഷ്യൽ പോലുള്ള വലിയ വെബ്സൈറ്റുകൾ പുറത്തുവിട്ട കണക്കുകളാണ്. വളരെ ക്ലിയറായി പഠിച്ച് പുറത്തുവിട്ട കണക്കുകളാണിത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ FB റീടാർഗറ്റിംഗ് ആഡ്സിനെ കുറിച്ച് കൂടുതൽ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് എങ്ങനെയാണ് റീടാർഗറ്റിംഗ് ആഡ്സ്, നല്ലൊരു റീടാർഗറ്റിംഗ് ആഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും, അത് എങ്ങനെ കൂടുതൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയും എന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്കൊന്ന് പരിശോധിക്കാം. ഓക്കെ.